പുതിയ ഫോർമുല എന്ത്? ഭരണമാറ്റം എന്ന തീരുമാനമുറച്ച് കേരളത്തിലെ ജനങ്ങൾ UDFനെ തെരഞ്ഞെടുത്തു. 8 ദിവസം കഴിഞ്ഞിട്ടും മലയാളികൾക്ക് ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയില്ല. മുൻ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ് മറ്റൊരു വാടക വീട്ടിലേക്ക് മാറി. അവിടെ നിന്നും ഇനി പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് അറിഞ്ഞാൽ മതി. പക്ഷേ ഭരണപക്ഷം ഉണ്ടെങ്കിലല്ലേ പ്രതിപക്ഷത്തിന്റെ ആവശ്യമുള്ളൂ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ അടുത്ത ദിനം മുതൽ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡിനെ കാണാൻ പോകുന്നതല്ലാതെ ഇതുവരെ ഒരു തീരുമാനം അറിയാൻ കഴിഞ്ഞിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകൾ ശക്തമായ രീതിയിൽ തുടർന്നിട്ട് പോലും യാതൊരു കുലുക്കവുമില്ലാതെ തുടരുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി. സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. SSLC ഫലപ്രഖ്യാപനം മാറ്റിവെക്കുന്നു. നാട്ടിനൊരു മന്ത്രിയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോലും ഹൈക്കമാൻഡ് അനങ്ങാൻ തയ്യാറാകുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ ധാർഷ്ട്യ ഭരണങ്ങളെ മതിയാക്കി 102 സീറ്റുകൾ നൽകി ഭരണത്തിൽ കയറ്റിയപ്പോൾ ജനങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചു കാണില്ല അധികാര പ്രാന്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളുകളാണ് വരവേൽക്കാൻ നിൽക്കുന്നതെന്ന്. മണിക്കൂറുകൾ കൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന കാര്യത്തിൽ അടിയന്തര യോഗങ്ങൾ നടത്തി സ്വയം വില കളയുന്നത്. ലീഗ് ഉൾപ്പെടെയുള്ളവർ അഭിമാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അധികാരത്തിന് മേലുള്ള തർക്കം അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. കേരളം ഭരിക്കുന്ന മന്ത്രിയാകാനല്ല, കേരളത്തെ ഭരിക്കുക എന്നുള്ള വാശി തുടരുകയാണ്.